ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ആതിര മനോജ്. അപ്പോൾ എന്തുകൊണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണം വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എൻ്റെ ഡേ മൈ ലൈഫാണ്. ഇന്ന് അത്തമാണ്. അപ്പോൾ അത്തത്തിന് എല്ലാവർക്കും അത്തത്തിൻ്റെ ആശംസകളാണ്. അപ്പോൾ ഇന്ന് അത്തായതുകൊണ്ട് നമുക്ക് ഇന്ന് എൻ്റെ ഒരു ഡേ മൈ ലൈഫ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഓണത്തിന് എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഡേ മൈ ലൈഫ് വ്ളോഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡേ മൈ ലൈഫ് വ്ളോഗ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പറമ്പിലാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഡേ മൈ ലൈഫിൽ കാണിക്കാൻ പറ്റുകയെന്ന് നമുക്ക് നോക്കാമല്ലോ, കണ്ടാലോ അല്ലേ. അപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും നോക്കുക. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല അന്തരീക്ഷമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്ന് നിന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം മഴക്കാറുള്ള പോലെ തോന്നുന്നുണ്ട്. മഴ ഇപ്പം പെയ്യാറായിട്ടുണ്ട്. മഴയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുമ്പം അധികം മഴയൊന്നും കൊള്ളാൻ പറ്റില്ല. കാരണം ഇവിടെ മൊത്തം കണ്ടോ, മൊത്തം ഈ മരങ്ങൾ ഉള്ള കാരണം മഴ കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരുങ്ങാണ്. അപ്പോൾ എൻ്റെ കൂടെ വരില്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തിൽ കുഞ്ഞ് ബെൽബട്ടൺ അതൊന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടും ഡിസ്ലൈക്കും ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ റിലേറ്റീവ്സായിട്ടോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? ഓക്കെ. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഡേ മൈ ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ തനിയാണ് കേട്ടോ കിടക്കുന്നെങ്കിലും എൻ്റെ ചേട്ടനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ആദ്യമേ എഴുന്നേറ്റ് പോയി. അപ്പം ഞാൻ എല്ലാവരും വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റ് എന്താ ചെയ്യണേന്ന്. അപ്പം ഞാൻ അത് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. കുറച്ച് നേരം വൈകിട്ടുണ്ട്, ഇന്ന് അത്തായതുകൊണ്ടായിരിക്കും. അത്താഴല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് നേരം വൈകിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റത് ഇങ്ങനെയൊക്കെ ഇരിക്കും. കുറേ ഗോഷ്ടികളൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പഴയപടി തന്നെ നമ്മുടെ പുതപ്പൊക്കെ ഇങ്ങനെ ഒതുക്കി വയ്ക്കും. അപ്പം ഈ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ബിസിയുള്ളൊരു ഡേ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ കുറച്ച് അടിക്കലും തുടയ്ക്കലും പിന്നെ കഴുകലും വൃത്തിയാക്കലും അതേപോലെ ഒതുക്കി വയ്ക്കലൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. കാരണം ഡേ മൈ ലൈഫ് കുറച്ച് നമ്മുടെ അനിയത്തി കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ഡേ മൈ ലൈഫ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ഡേ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതായാലും അവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റതേ ജനാലയൊക്കെ തുറന്നിടണം. നമ്മുടെ റൂമിലത്തെ ശുദ്ധവായു ഉണ്ടല്ല ഒരു പൊട്ട മണമൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ ആ ജനാല തുറന്നിട്ട് കഴിഞ്ഞ് നമുക്കത് ശ്വസിക്കാൻ കിട്ടും. പിന്നെ ഞാൻ ബാത്റൂമിൽ പോയി മുഖം കാലും ഒക്കെ കഴുകി മുഖത്ത് തോർത്തൊക്കെ ഉപയോഗിച്ച് ഞാൻ തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ റൂട്ടീനുണ്ട്, എന്നിട്ട് ബ്യൂട്ടി റൂട്ടീനുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. അത് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെയും രാത്രിയിലത്തെയും റൂട്ടീനും ഞാൻ പിന്നീട് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പല്ല് തേക്കാനായിട്ട് ബാത്റൂമിലോട്ട് പോവുകയാണ്. അവിടെ വാഷ് ബേസിൻ ഇല്ല കേട്ടോ. അപ്പം അവിടെ നിന്നിട്ട് പല്ലൊക്കെ തേച്ചതേ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പോൾ വീണ്ടും മുഖം തുടക്കുകയാണ്. മുഖം ഒന്നുകൂടി ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുഖം ഞാൻ കഴുകാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതേ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഇപ്പം ഞങ്ങൾക്ക് 2 ടാങ്ക് ഉണ്ട്. അപ്പോൾ പൈപ്പ് വെള്ളമാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പം അത് ഒരു ടാങ്കിലത്തെ പൈപ്പ് അതിലേക്ക് മാറ്റിയിട്ടിട്ട് ഇനി മോട്ടർ അടിക്കണം. അപ്പോൾ മോട്ടർ അടിച്ച് കഴിഞ്ഞു. ഇടയിൽ കാണിക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇനി അടിച്ചു വരണം. അപ്പം വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ നേരത്തെ അമ്മ എഴുന്നേറ്റു.
അപ്പോൾ അമ്മയാണെങ്കിൽ അടുക്കളയിൽ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അപ്പോൾ അതേ അടിച്ചു വാരി, നമ്മളെല്ലാ ദിവസവും അടിച്ചു വാരണമെങ്കിലെങ്കിലും 2-3 ദിവസം ഇടവിട്ടായിരിക്കും അടിച്ചു വാരണം. അധികം പൊടിയൊന്നുമില്ല, പക്ഷേ ഞാൻ പൊടിയൊക്കെ മുന്നേ തട്ടിക്കളഞ്ഞില്ല. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ സെറ്റിയുടെ അടിയിലൊക്കെ കുറേ പൊടിയും മാറാലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മുന്നേ അടിച്ചു വാരി കളഞ്ഞു. അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നലെ അടിച്ച കാരണം ഇന്നും കൂടി കുറച്ച് അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടിച്ച് അങ്ങോട്ട് കളയാനാണ്. അപ്പം എല്ലാം റൂമും ആയിട്ടില്ല. അച്ഛൻ്റെ റൂമിൽ അച്ഛനും കിടക്കുന്ന കാരണം അച്ഛൻ്റെ റൂമിൽ പോയില്ല. ഇത് അമ്മയുടെ റൂമാണ്. അമ്മയുടെ റൂമിൽ അമ്മ എഴുന്നേറ്റ കാരണം ഇപ്പം സുഖമായിട്ട് അടിച്ചു വരാൻ പറ്റി. അപ്പം നിങ്ങൾക്ക് രാവിലെ തന്നെ അടിച്ചു വരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു വരാമല്ലോ. അപ്പോൾ ഞാൻ അടിച്ചു വാരിയപ്പോൾ എൻ്റെ റൂമിൽ കുറച്ച് അലങ്കോലമായിട്ടൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ അടിയിലൊക്കെ ഈ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ലാപ്പിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്, അതായത് ചാർജറും മറ്റു സാധനങ്ങളൊക്കെ അടിയിൽ വെച്ചേക്കാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ എടുത്തു വയ്ക്കാൻ മറന്നുപോയി. ഇനി നമ്മുടെ എൻ്റെ പാനിയും കുടിക്കൽ, ഞാൻ പറയില്ലേ കറുവപ്പട്ട പാനി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ഇടാം കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ. വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയൊരു പാനീയം തന്നെയാണ്. ഒപ്പം തന്നെ ശബ്ദത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ശരീരത്തിനുള്ള മെറ്റാബോളിസമൊക്കെ കുറയ്ക്കും. അതൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി പുറത്ത് അടിച്ചു വരണം. അപ്പം അതിനിടയിൽ കുറച്ച് മഴ പെയ്തിരുന്നു. അപ്പം ഇനി മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ അമ്മയാണ് കേട്ടോ, അമ്മായിമ്മയാണ് കേട്ടോ പണി ചെയ്യണ. അമ്മായിമ്മ അറിഞ്ഞിട്ടില്ല, എന്നാലും ബാക്കിൽ നിന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി ആരും കാണണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത്, നമ്മുടെ റൂമിൻ്റെ ഉള്ളിലെ കർട്ടൻ ഉണ്ടല്ലോ, ആ കർട്ടനൊക്കെ കഴുകിയിടണം. അപ്പോൾ ഞാൻ അതൊക്കെ അഴിക്കാനായിട്ട് നോക്കുകയാണ്. സാധാരണ ചേട്ടൻ തന്നെ കേട്ടോ അഴിക്കാറ്. ഇപ്രാവശ്യം ഞാൻ തന്നെ അഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പം ഓരോരോ കർട്ടനുകളും അഴിച്ച് മാറ്റാണ്. അപ്പോൾ അഴിച്ച് മാറ്റിയത് അലക്കാനിട്ടു. ഇനി ഞാൻ തുടയ്ക്കാനുള്ള ഒരു കലാപരിപാടികളാണ്. തുടയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, ഇതിൽ ഞാനിപ്പോൾ ഇട്ടത് ബ്ലീച്ചിങ് പൗഡറാണ്. ബ്ലീച്ചിങ് പൗഡർ ഞാൻ 1 ലിറ്ററിന് 2 ടേബിൾ ടീസ്പൂണാണ് ഇടേണ്ടത്. അപ്പോൾ ഒരു ബക്കറ്റ് എന്ന് പറയുമ്പോൾ കുറേ എത്ര 8 ലിറ്ററോ തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ബക്കറ്റ് നിറച്ച് വെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ ഞാനൊരു ടേബിൾ ടീസ്പൂണോ 3-4 ടേബിൾ ടീസ്പൂണോ ബ്ലീച്ചിങ് പൗഡറും അതിൻ്റോടൊപ്പം നമുക്ക് ആവശ്യത്തിന് സോപ്പും പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുകൊണ്ട് തുടയ്ക്കണ തുണി കൊണ്ടാണ് കേട്ടോ. ശബ്ദത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഈ തുടയ്ക്കണ തുണി കൊണ്ടാണ് ഞാൻ തുടയ്ക്കുകയാണ്. അപ്പം ഇന്ന് അത്തായതുകൊണ്ട് രാവിലെ തന്നെ തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ തുടയ്ക്കണ പരിപാടിയിലേക്ക് ഞാൻ കടന്നു. അപ്പോൾ ഇത് പതഞ്ഞിരിക്കണ കാരണം, സോപ്പ് പൊടി ഇട്ട കാരണം കേട്ടോ നന്നായി പതിയണം. അതിനിടയിൽ കുറച്ച് കൂടിപ്പോയി ബ്ലീച്ചിങ് പൗഡറും സോപ്പും പൊടിയും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അയക്കണം. അപ്പം ഞാൻ ഒരു കോട്ട് ആദ്യം തുടച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാ വെള്ളത്തിൽ കൂടിയും തുടയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിത് കുളിക്കാൻ പോയി. അപ്പം കുളി കഴിഞ്ഞ് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ തലയും കുളിച്ചിട്ടുണ്ട്. തലയൊക്കെ നന്നായി വേർത്തിട്ടുണ്ടല്ലോ, ഈ തുടയ്ക്കണ ഇടയിൽ നമുക്ക് വേർക്കുമല്ലോ. അപ്പോൾ വെറുതെ ജസ്റ്റ് തല കുളിച്ച് വന്നുള്ളൂ. കാരണം വേറെ വെളിച്ചെണ്ണ തേച്ചില്ല. ഇനി വെളിച്ചെണ്ണയൊക്കെ തേച്ച് വരുമ്പോഴേക്കും സമയം വൈകും. എന്ന് വെച്ചാൽ പൂക്കളിടണമല്ലോ. അപ്പം പൂക്കളിടാനായിട്ട് തലമുടി ഒന്ന് കെട്ടി വെക്കണം. കുറച്ച് നനവുണ്ട്. അപ്പം ടർക്കി കൊണ്ടൊക്കെ കെട്ടി വെച്ചിട്ടാ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എനിക്ക് ഇവിടെ അധികം പൂക്കളൊന്നും ഇല്ല കേട്ടോ. ഞാനായിട്ട് പൂന്തോട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉള്ളത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഒരു വെളുത്ത പൂവാണ് കേട്ടോ ഞാൻ ആദ്യം പറിച്ചത്. അതെനിക്ക് പേരറിയില്ല, ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതെടുത്ത് കുഴിച്ചിട്ട് അത് വലിയ മരമായി. അപ്പോൾ ആകെ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ, 3 സംഭവമുള്ളൂ. ഈ വെളുത്ത പൂവും പിന്നെ അതുപോലെ തന്നെ തെച്ചിപ്പൂവും പിന്നെ ഞാൻ ഉപയോഗിച്ചത് എന്താ പറയുക, തുളസിയില മാത്രമാണ് യൂസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അത്തത്തിന് ആദ്യം തന്നെ തുമ്പപ്പൂവാണല്ലോ ആദ്യം ഇടാറ് നടുക്കിൽ. അപ്പോൾ തുമ്പപ്പൂ ഇട്ടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ
നമ്മുടെ അനുസരിച്ചിട്ടുള്ള കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വെച്ച് ചെയ്യുകയാണ്. അപ്പം എനിക്ക് കലാവാസനയൊന്നും ഇല്ല, എന്നാലും വീട്ടിലൊക്കെ ഞാനും ചേട്ടനും അമ്മയൊക്കെയാണ് ഇടാറ് കേട്ടോ. തിരുവോണ നാളിൽ ഞാനും ചേട്ടനും ഒരുമിച്ചായി ഇടാറ്. അപ്പം ചേട്ടൻ വരയ്ക്കും, ഞാനിടും. അങ്ങനെയൊക്കെയാണ്. ചേട്ടൻ പറഞ്ഞ രീതിയിലൊക്കെ ഞാനിടും, അങ്ങനെയാണ്. അപ്പം ഈ പ്രാവശ്യം നമ്മുടെ ഇവിടെ ഒന്ന് ആഘോഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതേ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. അത്ര ഭംഗിയില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇനി ഇത് അത്തപ്പൂക്കൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അമ്മായിമ്മ പുട്ടും അതുപോലെ കടലക്കറിയുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് അടുത്തേക്ക് എത്തിയില്ലെങ്കിലും ഇതാ നമ്മുടെ പുട്ടിൻ്റെ മുകളിൽ കടലക്കറി ഒഴിച്ച് ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഇവിടെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പഴം കൂട്ടി കഴിക്കുകയാണ് പതിവ്. അപ്പം കടല ഇനി ബാക്കിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് കടല എന്തായാലും എടുത്ത് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കടല ഉണ്ടാക്കിയതാണ്. സാധാരണ കടല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വേറെ കറി വയ്ക്കണം, അതുപോലെ വൈകുന്നേരം വേറെ കറി വയ്ക്കണം. അതുകൊണ്ടാണ് രാവിലെ ഈ കടല യൂസ് ചെയ്യാത്തത്. കടല മാത്രമല്ല കേട്ടോ, ഏത് കറിയാണെങ്കിലും രാത്രിയിലും ഉച്ചയ്ക്കും പിന്നെ വൈകുന്നേരവും രാത്രിയിലൊക്കെ നമ്മൾ കറി ഉണ്ടാക്കണം. അതുകൊണ്ട് അപ്പം ചോറുണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ പുട്ടിൻ്റെയോടൊപ്പം പഴമാണെങ്കിൽ അത് കഴിഞ്ഞല്ലോ, പിന്നെ കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ ഇരുന്നിട്ടല്ല ഞാൻ ഫുഡ് കഴിക്കാറ്, അടുക്കളയിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ, എപ്പോഴും അടുക്കളയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ചേഞ്ച് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹാളിൽ വന്നിരുന്നത്. അപ്പോൾ ഹാളിൽ അമ്മയും അച്ഛനും ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ വന്ന് ഫുഡ് കഴിക്കാനിരുന്നത്. അതായത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് മേക്കപ്പൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് കമ്മലൊന്നും ഇടാറില്ല, മാലയിടും, കമ്മലിടാറില്ല. മുടിയൊക്കെ കോന്തും, അത്ര തന്നെ, വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയത് മേക്കപ്പൊക്കെ ഇട്ട് വയ്ക്കുകയാണ്. പിന്നെ സിന്ദൂരം ഇടും. സിന്ദൂരം വല്ലപ്പോഴേക്കേ ഇടാറുള്ളൂ, എന്നാലും സിന്ദൂരം ജസ്റ്റ് ഒന്ന് ഇടും. പിന്നെ ഇത് കണ്ണെഴുതും. ഞാൻ ഈ കണ്ണെഴുതണതിൽ ഐ ടെസ്റ്റ് ആസിലെ പെൻസിൽ കൊണ്ടാണല്ലോ എഴുതിയത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിൻ്റെ വില എത്രയാണ്. ഇതിന് ശരിക്കും വില 100-ന് താഴെയാണ്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, 35-50 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു ഇതിന് വില. നല്ല സൂപ്പറായിട്ട് എഴുതാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഐ ടെസ്റ്റ് ആസിലെ പെൻസിൽ കൊണ്ട് എഴുതുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയും പറയാൻ മറന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. എൻ്റെ അമ്മയ്ക്ക് ഹാപ്പി പിറന്നാൾ ആശംസകൾ. അമ്മ കാണുവാണെങ്കിൽ ഇപ്പം മഴ പെയ്യുന്നു തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം പോട്ടെ, അമ്മയുടെ ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അമ്മ. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ, കുറച്ച് ഫോട്ടോസുകൾ. അപ്പോൾ അമ്മ പോസ്റ്റ് ഓഫീസ് ഏജൻ്റാണ്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതാണ്. അപ്പോൾ അതേ ഫോട്ടോസൊക്കെ കണ്ടില്ലേ. ഇനി ഞാൻ തുണികൾ അലക്കാനിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൊണ്ടിടാനായിട്ട് മുകളിലേക്ക് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മുകളിൽ കുറച്ച് തുണിയൊക്കെ എടുക്കുന്നുണ്ട്, എന്നാലും ഇനി തുണി ഇടാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട തുണിയൊക്കെ അമ്മയുടെയൊക്കെ ആയിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു. കുറച്ച് ഉണക്കം കിട്ടിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, പിന്നെ മഴ പെയ്ത കാരണം കുറച്ച് നനവുണ്ട്. അപ്പോൾ ഒന്ന് അകത്തിടാമെന്ന് വിചാരിച്ചു. അപ്പം കോണിപ്പടിയുടെ അടുത്ത് തന്നെ സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. മഴ പെയ്യുന്നൊരു ശബ്ദം കേൾക്കാൻ പറ്റും കേട്ടോ, കാരണം ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വേഗം അടിച്ചു വിടുക നന്നായില്ല, ഇല്ലെങ്കിൽ അതിനിടയിൽ ഞാൻ അടിച്ചു വിടാനും കൂടി പറ്റില്ല. അപ്പോൾ ഷവറൊക്കെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അടിച്ചു വിടുകയാണ്. അപ്പോൾ അത് തുണി തോരയിടാനുണ്ട്. അപ്പോൾ തുണി തോരയിടുമ്പോൾ മഴ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സൂം ചെയ്തിട്ട് കേട്ടോ. പിന്നീട് ആണ് മനസ്സിലായ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് മതി. അപ്പോൾ അത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞു. ഞാനിനി ഇവിടെ എൻ്റെ റൂമിൽ കുറച്ച് ഷോക്കേസ് ഉണ്ട്. അപ്പോൾ ആ ഷോക്കേസിൽ കുറച്ച് പോർഷൻസ് ഒന്ന് ഒതുക്കി വെക്കാനുണ്ട്. അപ്പം എപ്പോഴും ഞാനത് ആലോചിക്കാറുണ്ട്, ഒതുക്കി വെക്കണം. അപ്പം സമയം കിട്ടുന്നില്ല. അപ്പോൾ എന്നാലും ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം ഞാൻ ചേട്ടൻ്റെ മുണ്ടും പാൻറ്റും ഒക്കെ അവിടെയാണ് വെക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അവിടെ ഒന്ന് റെഡിയാക്കി തുടച്ചിട്ട്, മാറാലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അപ്പുറത്തെ പോർഷനും കൂടി ഒതുക്കി വെക്കാനുണ്ട്. അതൊരു വേറൊരു ദിവസം വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി ലെങ്ത്ത് കൂടുതലായിരിക്കും, കാരണം അത് ഒതുക്കാൻ തന്നെ ഒരുപാടുണ്ട്. ഞാൻ ഒതുക്കി വെച്ചതാണ് മുന്നേ, പക്ഷേ
ഇങ്ങനെ ഒതുക്കി വെച്ചാലും ഞാൻ തന്നെ ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ ചേട്ടൻ്റെ പണിയായിരിക്കും അതങ്ങനെ ഒരുവിധം. പിന്നെ അടിയിലത്തെ പോർഷൻസൊക്കെ എൻ്റെയാണ്, എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. മുകളിൽ ചേട്ടനും അങ്ങനെ ഇങ്ങനെ തട്ടിയെടുക്കുമ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വിതറിച്ച് കിടക്കും. അപ്പോൾ ഞാനും ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഇത് ഒതുക്കി വെച്ചെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഒരു 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴേക്കും ഇത് പഴയ പടി തന്നെയായിരിക്കും. അവിടെ ഇവിടെയൊക്കെ പൂക്കളും വലിച്ചു വരയ്ക്കിടും. എൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒതുക്കി വയ്ക്കും, പിന്നെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും. അപ്പം നമുക്ക് നോക്കാം പഴയ അവസ്ഥയിലേക്ക് വരുമെന്ന്. കുറേ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പോർഷനിൽ. അപ്പം ഞാനതൊക്കെ മുകളിലൊക്കെ കയറ്റി വെച്ചു. അപ്പം നമ്മുടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു മാസം 2 മാസം ഇരുന്നാൽ മതി എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പോർഷനാണ് ഇനി ഒതുക്കാനുള്ളത്. മുകളിലത്തെ പോർഷനും കൂടി ഉണ്ട്. അപ്പോൾ ഈ പോർഷൻ ഒരുവിധം ഞാൻ ഒതുക്കി വയ്ക്കുകയാണ്. വീണ്ടും പഴയ അവസ്ഥയായി വന്നു. അതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് വീണ്ടും ഫുഡൊക്കെ കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി 2 മണി തൊട്ട് ഒരു 5 മണി വരെ 4 മണിക്ക് വരെ ഞാൻ എന്താ ചെയ്യണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. പക്ഷേ അതിൽ ശബ്ദം കുറഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നേരത്തെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ എഡിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് എല്ലാം ഡൗട്ടും ക്ലിയറൊക്കെ ശരിയാക്കി അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ 4 മണിക്കാണ് നമ്മുടെ അപ്ലോഡിങ് ടൈം. അപ്പോൾ 4 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ടൈം ശരിയായില്ലെങ്കിൽ അതായത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് നേരം പിടിക്കും എന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും പോർഷൻസ് എന്തെങ്കിലും ഡൗട്ടോ, പിന്നെ ആ സമയത്ത് മൊബൈൽ നോക്കണത് ഈ ഒഴിവുള്ള സമയത്തുകളായിരിക്കും മൊബൈൽ നോക്കാൻ. അതിനിടയിലൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ മൊബൈൽ. ഇപ്പോൾ എൻ്റെ മൊബൈലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. പിന്നെ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലാപ്പിലായിരിക്കും എല്ലാം സെർച്ചിങ്ങൊക്കെ നടക്കുക. അപ്പം ഫോണിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫോണൊക്കെ ചാർജ് പോവുകയാണെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാട്ടിരിക്കും. എൻ്റെ നെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുഴുവനും ലാപ്പിലായിരിക്കും. ലാപ്പിൽ ഞാൻ എഡിറ്റിങ് ചെയ്യാറില്ല, ഫുള്ളും ഫോണിലാണ് ചെയ്യാറ്. ലാപ്പിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ഇനി പഠിക്കണം. അതിനുള്ള സോഫ്റ്റ്വെയറൊക്കെ ഞാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടും ക്ലിയറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇനി ലാപ്പിലായിരിക്കും. അതിനിടയിൽ ഫോൺ കംപ്ലൈൻ്റായി വരുന്നുണ്ട്. അതുകൊണ്ട് വേഗം ലാപ്പിൽ ശരിയാക്കി പഠിക്കണം. എന്നിട്ട് വേണം ലാപ്പിലോട്ട് മാറ്റിയിട്ട് ലാപ്പിൽ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം വേഗം പണിയൊക്കെ തീർത്ത് ആ സമയത്തായിരിക്കും പണി തീർക്കുക. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും എന്നിട്ട് ബുക്കുകളോ അല്ലെങ്കിൽ വായിച്ചിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ലാപ്പും ഡെല്ലാണ് കേട്ടോ ഇത് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഡെല്ലിൽ എന്തെങ്കിലും സെർച്ചിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 മണി 5 മണിയൊക്കെ ആവും. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 5 മണി വൈകുന്നേരം അല്ലെങ്കിൽ 4 മണിയൊക്കെ ആവും. അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ രാത്രിക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുക്കളയോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ, ജസ്റ്റ് ആയിട്ട്. അപ്പോൾ അത് നമുക്ക് അടുക്കളയോട്ട് ചെന്നിട്ടുണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ ഇന്ന് 4 മണിക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തി റോളാണ്. അപ്പം നമ്മൾ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചപ്പാത്തിയും അല്ലെങ്കിൽ കുറുമക്കറി അല്ലെങ്കിൽ പരിപ്പ് കറിയൊക്കെ അല്ലേ കഴിക്കാറ്. അപ്പം എന്തെങ്കിലും നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തി മടുക്കൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സ്പെഷ്യലുള്ള ചപ്പാത്തി റോളാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് കറി റോളിന്, അതായത് റോളല്ലേ, അപ്പോൾ റോളിൻ്റെ ഉള്ളിൽ ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ 2 മുട്ട ഞാനൊരു പാത്രത്തിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ, അതിനാവശ്യമുണ്ട്. അപ്പം ചപ്പാത്തി നമ്മൾ
ചപ്പാത്തി നമ്മൾ ഇനി ദോശക്കല്ലിൽ ചുടാണ്. അപ്പോൾ ഈ ദോശക്കല്ലിൽ ദോശക്കല്ല് തന്നെയാണ് കേട്ടോ. അപ്പം ദോശക്കല്ലിൽ ചുടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റൗവിൽ നമ്മുടെ മസാല ഉണ്ടാക്കണം. അപ്പം മസാലയ്ക്ക് നമ്മൾ ബീട്രൂട്ടാണല്ലോ എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം ഈ ചപ്പാത്തി ഇട്ട സ്ഥലത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുണ്ടല്ലോ, അത് കുറേശ്ശെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അത് ചൂടായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഇതൊന്ന് തേച്ച് കൊടുക്കുക. ഇതിങ്ങനെ തേച്ചിട്ട് ഇതേപോലെ തന്നെ റോൾ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഇത് നിങ്ങളുടെ കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ എല്ലാവർക്കും ഉണ്ടാക്കി കഴിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. അതേപോലെ തന്നെ 4 മണിക്ക് വൈകുന്നേരം ചപ്പാത്തിയൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇങ്ങനത്തെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ. വളരെ വളരെ ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം. അപ്പം നമ്മുടെ മസാലയിൽ നമ്മുടെ ബീട്രൂട്ടും അതുപോലെ ഞാൻ ആദ്യം ഇട്ടത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ സവാളയും തക്കാളിയും ഒന്ന് വഴറ്റും, ചെറുതായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അതിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അതിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കും. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഉള്ളിലത്തെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചപ്പാത്തി ഇതുപോലെ റോളാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തിൻ്റെ മുകളിൽ മുട്ടയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ വയറ് നിറയും. അപ്പോൾ ഞാൻ 2 3 കഴിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ രാത്രിയിൽ ഞാൻ കഴിക്കുന്നത്. ഒന്നെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഓട്സ് അതായിരിക്കും കഴിക്കുക. അപ്പോൾ അത് ചപ്പാത്തി റോളിന് വേണ്ടിയിട്ട് ഞാൻ നടുക്ക് ഇത് വെച്ചിട്ടുണ്ട്. ഇനി നടുക്ക് ഇതൊന്ന് പരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി റോളായി കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമ്മൾ ചപ്പാത്തി കഴിക്കുമ്പോൾ ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഭർത്താക്കന്മാരായാലും പേരൻസ് ആയാലും അവർക്കൊരു കുട്ടികൾക്കായാലും ഒരു മടുപ്പ് വരില്ല ചപ്പാത്തി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റോളാക്കി കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിയും വേണ്ട, ഇത് മതിയല്ലോ. അപ്പം 3 ചപ്പാത്തി ഇതുപോലെ റോളാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ചപ്പാത്തി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലോട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ രാത്രിയിലത്തെ ഫുഡും ഇത് തന്നെയാണ്. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ മുന്നേ കഴുകി വെച്ചു കേട്ടോ. അത് എപ്പോഴും കാണിക്കുന്നതുകൊണ്ട് ചാർജ് തീരാറായി ഫോണിലത്തെ. അപ്പോൾ അത് തീരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ തുടച്ചിട്ടില്ല. ബാക്കിയെല്ലാം പോർഷൻ തുടച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തുടയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ചൂടോടെ അത് കഴിക്കാനായിട്ടാണ് ശ്രമിക്കണേ. പക്ഷേ ഇത് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിടയിൽ മറ്റേ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇടാനായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് തീരാണ് കേട്ടോ. ഇതും കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിരുന്നു. കുറച്ച് മടിപ്പായി. പിന്നെ അത് മാത്രമല്ല കുറച്ച് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇത് നമ്മുടെ എല്ലാം കുഞ്ഞനിത്തിമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇനിയും വരുന്നുണ്ട് വീഡിയോസ്. അപ്പോൾ കാണാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആർക്കെങ്കിലും ഷെയർ കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ അതുപോലെ ഡൗട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റ് എന്നായിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.